ഡിയോഗോ ജോട്ടയുടെയും സഹോദരൻ ആൻഡ്രേ സിൽവയുടെയും അകാല വിയോഗം ഫുട്ബോൾ ലോകത്തെ ആകെ തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്പെയിനിലെ സെർനാഡിലയിൽ വെച്ചുണ്ടായ ആ ദാരുണമായ വാഹനാപകടത്തിൽ രണ്ടു പ്രിയപ്പെട്ട ജീവനുകളാണ് പൊലിഞ്ഞുപോയത്. ഈ ഞെട്ടിക്കുന്ന വാർത്ത ലിവർപൂൾ ഫുട്ബോൾ ക്ലബിന്റെ ഓരോ ആരാധകന്റെയും ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട പോർച്ചുഗൽ മുന്നേറ്റക്കാരനോടുള്ള ആദര സൂചകമായി കണ്ണീരോടെയാണെങ്കിലും ക്ലബ്ബ് ജോട്ട അണിഞ്ഞിരുന്ന 20-ാം നമ്പർ ജേഴ്സി എക്കാലത്തേക്കുമായി പിൻവലിച്ചു. 20 എന്നത് വെറും ഒരു അക്കമായിരുന്നില്ല, മറിച്ച് ജോട്ടയുടെ പോരാട്ട വീര്യത്തിന്റെയും ആൻഫീൽഡിലെ മാന്ത്രിക നിമിഷങ്ങളുടെയും പ്രതീകമായിരുന്നു എന്നും അവിസ്മരണീയ നിമിഷങ്ങൾ ബാക്കി വെച്ചാണ് ജോട്ട യാത്രയായത് എന്നും ക്ലബ്ബ് കുറിച്ച ഓരോ വാക്കും തീവ്രമായ വേദനയുടെയും നഷ്ടബോധത്തിന്റെയും ആഴം വെളിപ്പെടുത്തുന്നു. ഇനി ആ 20-ാം നമ്പർ ജേഴ്സിക്ക് പകരക്കാരനില്ല. കാരണം അത് ജോട്ടയുടെ ഓർമ്മകൾ പോലെ ലിവർപൂളിന്റെ ഹൃദയത്തിൽ അനശ്വരമാകും. പോർട്ടോയിലെ ഗോണ്ടോമർ പള്ളിയിൽ നടന്ന ജോട്ടയുടെയും സഹോദരൻ ആൻഡ്രയുടെയും സംസ്കാര ചടങ്ങുകൾക്ക് ലിവർപൂൾ പോർച്ചുഗൽ ദേശീയ ടീം അംഗങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. പ്രിയപ്പെട്ട താരത്തിനും സഹോദരനും അന്ത്യയാത്ര നൽകാനെത്തിയവരുടെ കണ്ണീർ ആ ആൾക്കൂട്ടത്തിൽ നിറഞ്ഞു നിന്നു. ഈ വേദനയിൽ പങ്കുചേർന്ന് ജോട്ടയുടെ അടുത്ത സുഹൃത്തും ലിവർപൂൾ സഹതാരവുമായ കോസ്റ്റസ് തിമിക്കസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ഹൃദയസ്പർശിയായ പോസ്റ്റ് ഫുട്ബോൾ ലോകത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. അപകടം നടന്ന സ്പെയിനിലെ സെർനാഡിലയിൽ സ്ഥാപിച്ചിരുന്ന ജോട്ടയുടെ പേരും 20-ാം നമ്പറുമുള്ള ലിവർപൂൾ ഷർട്ടിന്റെ ചിത്രം അത്യധികം വേദനാജനകമായിരുന്നു. ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ അടിക്കുറിപ്പിൽ സ്റ്റിമിക്കസ് തന്റെ പ്രിയ സുഹൃത്തിന് ഒരു വൈകാരിക സന്ദേശം സമർപ്പിച്ചു. 2020 ഒരേ വർഷം ലിവർപൂളിലേക്ക് താമസം മാറിയതും ഒരുമിച്ച് മറക്കാനാവാത്ത നിമിഷങ്ങൾ അനുഭവിച്ചതും സ്റ്റിമിക്കസ് ഓർത്തെടുത്തു. അവൻ 20-ാം നമ്പർ ധരിക്കുന്നു. അവന്റെ പേര് ഡിയോഗോ എന്നാണ്. ഞങ്ങൾ ഒരേ സമയത്താണ് ക്ലബിലേക്ക് താമസം മാറിയത്. ഞങ്ങൾ പട്ടണത്തിലെ പുതിയ ആൺകുട്ടികളായിരുന്നു. തങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളിൽ ചിലത് ഞങ്ങൾ ഒരുമിച്ച് പങ്കിട്ടു, ആഘോഷിച്ചു, സ്റ്റിമിക്കസ് കുറിച്ചു. അവസാന നിമിഷങ്ങളിൽ ഒന്നിനു മുൻപ് നിങ്ങൾ എന്നോട് പറഞ്ഞു, നീ ക്രോസ് ചെയ്യുന്നു, ഞാൻ സ്കോർ ചെയ്യുന്നു. അതാണ് സംഭവിച്ചത്. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. നീ ഒരു വ്യത്യസ്ത കളിക്കാരനായിരുന്നു, ഒരു വ്യത്യസ്ത മനുഷ്യനായിരുന്നു, ഒരു യഥാർത്ഥ ഇതിഹാസമായിരുന്നു ഡിയോഗോ ജോട്ട. നീ ഇപ്പോഴും ഓർമ്മിക്കപ്പെടും, എപ്പോഴും സ്നേഹിക്കപ്പെടും. സ്റ്റിമിക്കസിന്റെ വാക്കുകൾ ഓരോ ലിവർപൂൾ ആരാധകന്റെയും ഉള്ളിൽ ഒരു തേങ്ങലായി മാറി. തന്റെ പ്രാർത്ഥനകൾ ജോട്ടയുടെ ഭാര്യ റൂട്ടിനും അവരുടെ മകൾക്കും കൊച്ചു പെൺകുട്ടികൾക്കും കുടുംബത്തിനും ജോട്ടയെ സ്നേഹിക്കുകയും അവൻ വീട്ടിലേക്ക് വരുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്ത എല്ലാവർക്കും ഒപ്പമുണ്ടെന്നും സ്റ്റിമിക്കസ് കൂട്ടിച്ചേർത്തു. നിങ്ങളെയും സഹോദരൻ ആൻഡ്രയെയും ഞങ്ങൾ എന്നേക്കുമായി മിസ് ചെയ്യും എന്ന വാക്കുകളോടെയാണ് സ്റ്റിമിക്കസ് തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്. ഈ വാക്കുകൾ ജോട്ട എന്ന താരവും വ്യക്തിയും എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് അടിവരയിടുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ ജോട്ട അവിടെ ഇല്ല എന്നത് ഓർക്കാനാകുന്നില്ല, അംഗീകരിക്കാനാവാത്ത യാഥാർത്ഥ്യമാണത്. ലിവർപൂൾ താരവും ജോട്ടയുടെ സഹതാരവുമായ മുഹമ്മദ് സലാ സമൂഹ മാധ്യമത്തിൽ കുറിച്ച ഈ വാക്കുകൾ ഹൃദയഭേദകമായിരുന്നു. ജോട്ടയുടെ വിയോഗത്തെ തുടർന്ന് ഇംഗ്ലീഷ് ക്ലബിന്റെ പരിശീലന ക്യാമ്പ് നീട്ടിവെച്ചു. ആൻഫീൽഡ് സ്റ്റേഡിയത്തിന് പുറത്ത് ആയിരക്കണക്കിന് ആരാധകർ പൂച്ചെണ്ടുകളും 20-ാം നമ്പർ ജേഴ്സിയും സമർപ്പിച്ച് പ്രിയപ്പെട്ട താരത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഈ ദുരന്തം ഫുട്ബോൾ ലോകത്ത് മാത്രമല്ല, കായിക രംഗത്ത് ആകെ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചത്. വനിതാ യൂറോ കപ്പ് മത്സരങ്ങളിലും ക്ലബ്ബ് ലോകകപ്പിന്റെ ഭാഗമായുള്ള പരിശീലന വേളകളിലും വിവിധ ടീമുകൾ 28-കാരനായ ജോട്ടയെ അനുസ്മരിച്ചു. എതിരാളികളും സഹകളിക്കാരും പരിശീലകരും ഒരുപോലെ ഈ യുവതാരത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. കായിക ലോകത്ത് ജോട്ടയുടെ അസാന്നിധ്യം വലിയൊരു വിടവായി അവശേഷിക്കുമെന്നതിൽ സംശയമില്ല. ലിവർപൂൾ ക്ലബിന് 20-ാം നമ്പർ ജേഴ്സി വെറുമൊരു അക്കമായിരുന്നില്ല. കഴിഞ്ഞ സീസണിൽ ക്ലബ്ബ് താരങ്ങളുടെ 20-ാം പ്രീമിയർ കിരീടം ഉയർന്നത് ഈ ജേഴ്സി നമ്പറിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. കിരീട വിജയങ്ങളിൽ ജോട്ടയുടെ സംഭാവനകൾ നിർണായകമായിരുന്നു. ക്ലബിന്റെ ചരിത്രത്തിൽ തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത ജോട്ട ആരാധകരുടെ ഹൃദയത്തിൽ എക്കാലവും ജീവിക്കും. അദ്ദേഹത്തിന്റെ വേഗത, ഡ്രിബ്ലിംഗ് കഴിവുകൾ, ഗോൾ സ്കോറിംഗ് വൈദഗ്ധ്യം എന്നിവ ലിവർപൂൾ ആക്രമണ നിരക്ക് എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു. ഇപ്പോൾ 20-ാം നമ്പർ ജേഴ്സി പിൻവലിച്ചതിലൂടെ ലിവർപൂൾ ക്ലബ്ബ് ജോട്ടയുടെയും സഹോദരൻ ആൻഡ്രയുടെയും ഓർമ്മകളെ എന്നേക്കുമായി തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുകയാണ്. ഓരോ തവണ ആൻഫീൽഡിൽ കളി നടക്കുമ്പോഴും ആദരസൂചകമായി ഉയർത്തിവെച്ച 20-ാം നമ്പർ ജേഴ്സി ഡിയോഗോ ജോട്ട എന്ന പ്രതിഭാശാലിയായ കളിക്കാരന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്റെയും ഓർമ്മകൾക്ക് ഒരു നൊമ്പരമായി നിലകൊള്ളും. ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായപ്പോൾ ഫുട്ബോൾ ലോകത്തിന് നഷ്ടമായത് ഒരു മികച്ച കളിക്കാരനെ മാത്രമല്ല, നല്ല ഒരു മനുഷ്യനെ കൂടിയാണ്. അവരുടെ ഓർമ്മകൾ ഫുട്ബോൾ ചരിത്രത്തിൽ നിന്നും മായാതെ നിൽക്കും.